ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ. ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് സുന്ദരകാണ്ഡത്തിലെ 907 ശ്ലോകം മുതലാണ്. അതിനുമൊരു കെടുതിയവനില്ലെന്നു കാൺകയാൽ അംബോജ സംഭവ ബാണമെയ്തിടിനാൻ. അനിലജനും അതിനെ ബഹുമതിയോടുടനാദരിച്ചാഹന്ത മോഹിച്ചു വീണിതു ഭൂതലെ. ദശവദനസുതൻ അനില തനയനെ നിർബന്ധിച്ചു തൻ പിതാവിൻ മുമ്പിൽ വച്ചു വണങ്ങിനാൻ. പവനജനു മനസ്സിയൊരു പീഡയുണ്ടായില്ല. പണ്ടു ദേവന്മാർ കൊടുത്ത വരത്തിനാൽ. നളിനദള നേത്രനാൻ രാമൻ തിരുവടി നാമാമൃതം ജപിച്ചിടും ജനം സദാ. അമലഹൃതി മധുമദന ഭക്തി വിശുദ്ധരായി അജ്ഞാന കർമ്മ കൃതബന്ധനം ക്ഷണ. സുചിര വിരചിതമഭിവിമുച്യ ഹരിപദം സുസ്ഥിര പ്രാപിക്കുമില്ലൊരു സംശയം. രഘുതിലക ചരണയുഗമകതളിരിൽ വച്ചൊരു രാമദൂതന്നു ബന്ധം ഭവിച്ചിടുമോ. മരണജനിമയ വികൃതി ബന്ധമില്ലാതോർക്കു മറ്റുള്ള ബന്ധനം കൊണ്ടെന്തു സങ്കടം. കപടമതികലിത കരചരണ വിവശത്വവും കാട്ടിക്കിടന്നു കൊടുത്തോരനന്തരം. പലരും അതികുതുകമൂടു നിശിചരനുടൻ പാശകണ്ഠേന ബന്ധിച്ചതു കാരണം. ബലമിയലും അമരരിപു കെട്ടിക്കിടന്നിഴും ബ്രഹ്മാസ്ത്രബന്ധനം വേർപെട്ടതപ്പോഴേ. വ്യതയും അവനകതളിരിലില്ല എന്നാകിലും ബന്ധനെന്നുള്ള ഭാവങ്ങളനീലവൻ നിശിചരരെടുത്തു കൊണ്ടാർത്തു പോകും വിധ നിശ്ചലനായി കിടന്നാൻ കാര്യഗൗരവാ. അടുത്തതായി പാരായണം ചെയ്യുന്നത് ഹനുമാൻ രാവണ സഭയിൽ എത്തുന്നതിനെ കുറിച്ചാണ്. അനിലജന് നിശിചര കുലാധിപൻ മുമ്പിൽ വച്ചാതി പരാതി ചൊല്ലിയിടിനാൻ. അമിത നിശിചര വരരണ ശിരസി കൊന്നവൻ ആശുവിരിഞ്ചാസ്ത്രബദ്ധനായിടിനാൻ. ജനക തവ മനസ്സി സജീവന്മാരുമായിനി ചെമ്മേ വിചാര്യ കാര്യം നീ വിധീയതാം. പ്ലവക കുലവരനറിക സാമാന്യനല്ലിവൻ പ്രത്യർത്ഥി വർഗത്തിനെല്ലാം ഒരന്തകൻ. നിജതനയ വചനമിതി കേട്ടു ദശാനനൻ നിൽക്കം പ്രഹസ്തനോടോർത്തു ചൊല്ലിടിനാൻ. ഇവനിവിടെ വരുവതിനു കാരണമെന്തെന്നും എങ്ങു നിന്നത്ര വരുന്നതെന്നുള്ളതും. ഉപവനവും അനിശമതു കാക്കുന്നവരെയും ഓക്കോടു മറ്റുള്ള നക്തഞ്ചരരെയും ത്വരിതമതിബലമോട് തകർത്തു
പൊടിച്ചതും തൂമയോടാരുടെ ദൂതനെന്നുള്ളതും ഇവനൊടിനി വിരവിനോട് ചോദിക്ക നീയെന്നു ഇന്ദ്രാരി ചൊന്നതു കേട്ടു പ്രഹസ്തനം പവനസുതനോട് വിനയ നയസഹിതമാതര പപ്രച്ച നീയാരയച്ചു വന്നു കവേ നൃപസദസി കഥയ മമ സത്യം മഹാമതേ നിന്നെ അയച്ചു വിടുന്നുണ്ടു നിർണയം ഭയമഖില മകൾ തളിരിൽ നിന്നു കളഞ്ഞാലും ബ്രഹ്മസഭയ്ക്കൊക്കുമിസഭ പാർക്ക നീ അനൃതവചനവും അമലമധർമ്മകർമ്മങ്ങളും അത്ര ലങ്കേശരാജ്യത്തിങ്കലില്ലടോ നിഖില നിശിചര കുലബലാധിപൻ ചോദ്യങ്ങൾ നീതിയോടെ കേട്ടു വായുതനയനം മനസ്സി രഘുകുലവരനെ മുഹുരഭി നിരൂപിച്ചു മന്ദഹാസേന മന്ദേതരഞ്ജൊല്ലി അടുത്തതായി പാരായണം ചെയ്യുന്നത് ഹനുമാന്റെ ഹിതോപദേശത്തെക്കുറിച്ചാണ്. സ്ഫുടവചനമതിവിശദമിതി ശൃണു ജളപ്രഭോ പൂജ്യനാ രാമദൂതന്നരീക നീ ഭുവനപതി മമ പതി പുരന്തര പൂജിതൻ പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ ഭുജക കുലപതി ശയനൻ അമല നഖിലേശ്വരൻ പൂർവദേവാരാധി ഭുക്തിമുക്തി പ്രദൻ പുരമദന ഹൃദയമണി നിലയന നിവാസിയാം ഭൂദേശ സേവിതൻ ഭൂതപഞ്ചാത്മക ഭുജക കുലരിപു മണിരഥധ്വജൻ മാധവൻ ഭൂപതി ഭൂതി വിഭൂഷണ സംമിതൻ നിജജനക വചന മധു സത്യമാക്കിയിടുവാൻ നിർമ്മലൻ ഗാനനത്തിനു പുറപ്പെട്ടു ജനകജയം അവരജനുമായി മരുവുന്ന ചെന്നു നീ ജാനകിയെ കട്ടുകൊണ്ടിലേ തവ മരണമിഹ വരുവതിനൊരു കാരണം താമരസോത്ഭവ കൽപ്പിതം കേവലം തതനു ദശരഥ തനയനും മതങ്കാശ്രമേ താപേന തമ്പിയുമായി ഗമിച്ചിടിന തവന തനയനോടും അനലസാക്ഷിയായി സഖ്യവും താൽപ്പര്യമുൾക്കൊണ്ടു ചെയ്തോരനന്തരം അമരപതി സുതനെയൊരു ബാണേന കൊന്നുടൻ ആർക്കാത്മജനു കേൾക്കിന്തയും നൽകിനാൻ അടിമലരിൽ അവനമനമഴകിനോടു ചെയ്തവന്നാധിപത്യം കൊടുത്താതി തീർത്തിടിനാൻ അതിനവനും അവനി തനയാന്വേഷണത്തിനായി ആശകൾ തോറും കൈകനൂറായിരം പ്ലവക കുലപരിവൃടരി ലഘുതരമയച്ചതിൽ ഏകനഹമിഹായി വന്നു കണ്ടിടിനേൻ വനജ വിടവികളെയുടനുടനിഹ തകർത്തതും വാനരവംശ പ്രകൃതിശീലം വിഭോ ഇകലിൽ നിശിചരവരരെയൊക്കെ മുടിച്ചതും എന്നെ വധിപ്പതിനായി വന്ന കാരണം മരണഭയമകതളിരിൽ ഇല്ലയാതെ ഭുവി മറ്റൊരു ജന്തുക്കളില്ലെന്നു നിർണയം ദശവദന സമരഭുവി ദേഹരക്ഷാർത്ഥമായി പ്രഭൃത്യവർഗത്തെ നിഗ്രഹിച്ചേനഹം ദശനിയുത ശതവയസി ജീർണമെന്നാകിലും ദേഹികൾക്കേറ്റം പ്രിയം ദേഹമോർക്ക നീ തവ തനയ കരകളിത വിധിവിശകപാശേന തത്ര ഞാൻ ബദ്ധനായേനൊരു കാക്ഷണം കമലഭവ മുഖസുരവര പ്രഭാവേന മേ കായത്തിനേതുമേ പീഡയുണ്ടായി വരാം പരിഭവവും ഒരു പൊഴുതു മരണവും അകപ്പെടാ ബദ്ധഭാവേന വന്നിടിനേനത്ര ഞാൻ അതിനും ഇതു പൊഴുതിലൊരു കാരണമുണ്ടു അദ്യഹിതം തവ വക്തുമുദ്യുക്തനായി അകതളിരിലറിവ് കുറയുന്നവർക്കേറ്റമുള്ള ജ്ഞാനമൊക്കെ നീ കേണം ബുധജനം അതു ജഗതി കരുതു കരുണാത്മനാം ധർമ്മമെന്നാത്മോപദേശമജ്ഞാനിനാം മോക്ഷതം മനസ്സി കരുതുക ഭുവനഗതിയെ വഴിയേ ഭവൻ മഗ്നനായിടലാം മോഹം മാഹാംബുധം ത്യജ മനസ്സി ദശവദന രാക്ഷസീം ബുദ്ധിയെ ദേവീം ഗതിയെ സമാശ്രയിച്ചിടനേ അതു ജനന മരണ ഭയനാശിനി നിർണയം അന്യയായുള്ളതോ സംസാരകാരിണി അമൃതഘന വിമല പരമാത്മബോധോജിതം അത്യുത്തമാൻ വയോത്ഭൂതനല്ലോ ഭവാൻ കളക തവ ഹൃദി സപതി തത്വബോധേന നീ കാമഗോപദ്വേഷലോപമോഹാദികം കമലഭവ സുതതനയ നന്ദനാകയ കർപ്പുരഭാവം പരിഗ്രഹിയായിക നീ
ധനുജസുരമനുജഗമൃഗഭുജഗഭേദേന ദേഹാത്മബുദ്ധിയെ സന്ധ്യജിച്ചിടും നീ. പ്രകൃതി ഗുണപരവശതയാ ബദ്ധനായി വരും പ്രാണദേഹങ്ങൾ ആത്മാവല്ലറികടോ. അമൃതമയൻ അജൻ അമലൻ അദ്വയൻ അവ്യയൻ ആനന്ദപൂർണനേകൻ പരൻ കേവലൻ നിരുപമൻ അമേയൻ അവ്യക്തൻ നിരാകുലൻ നിർഗുണൻ നിഷ്കളൻ നിർമ്മലൻ നിയമപരനിലയന്നൻ അനന്തനാദ്യൻ വിഭോ നിത്യം നിരാകാരനാത്മാ പരബ്രഹ്മം. വിധിഹരിഹരാദികൾക്കും തിരിയാതവൻ വേദാന്തവേദ്യൻ അവേദ്യനജ്ഞാനിനാം. സകല ജഗതിതമറികമായാമയം വിഭോ സച്ചിന്മയം സത്യബോധം സനാതനം. ജഡമഖില ജഗതിതം അനിത്യമറിക നീ ജന്മജരാമരണാദി ദുഃഖാനിതം. അറിവതിന് പണി പരമപുരുഷം അറിമായങ്ങൾ ആത്മനാത്മന കണ്ടു തെളിക നീ. പരമഗതി വരുവതിന് പരമൊരുപദേശവും പാർത്തു കേട്ടിടു ചൊല്ലിത്തരുന്നുണ്ടു ഞാൻ. അനവരതം അകതളിരിൽ അമിത ഹരിഭക്തി കൊണ്ടാത്മവിശുദ്ധി വരുമെന്നു നിർണയം. അകമലരും അകമകലും അളവതി വിശുദ്ധമായാശു തത്വജ്ഞാനവുമുദിക്കും ദൃഢം. വിമലതര മനസി ഭഗവത് തത്വവിജ്ഞാന വിശ്വാസ കേവലാനന്ദാനുഭൂതിയാൽ രജനീചര വന ദഹന മന്ത്രാക്ഷരദ്വയം രാമരാമേതി സദൈവ ജപിക്കയം. രതി സപതി നിജ ഹൃദി വിഹായ നിത്യം മുത രാമപദധ്യാനമുള്ളിലുറയ്ക്കയം. അറിവ് ചെറുതകതളിരിലൊരു പുരുഷനുണ്ടെങ്കിൽ ആഹന്ത വേണ്ടുന്നതാകയാലാശു നീ. ഭജ ഭവഭയാപഹം ഭക്തലോകപ്രിയം ഭാനുകോടിപ്രഭം വിഷ്ണു പാദാംബുജം. മധുമദന ചരണ സരസിജയുഗളമാശു നീ. മോഢ്യം കളഞ്ഞു ഭജിച്ചു കൊണ്ടിടടോ. കുസൃതികളും ഇനി മനസ്സി കനിവോടു കളഞ്ഞു വൈകുണ്ഠലോകം ഗമിപ്പാൻ വഴി നോക്കു നീ. പരധനകളത്ര മോഹേന നിത്യം വൃത പാപമാർജിച്ചു കേൾപ്പോട്ടു വീണിടല. നളിനദള നയനമഖിലേശ്വരം മാധവം നാരായണം ശരണാഗത വത്സലം. പരമപുരുഷം പരമാത്മാനമദ്വയം ഭക്തിവിശ്വാസേന സേവിക്ക സന്തതം. ശരണമിഹ ചരണകമലേ പതിച്ചിടടോ. ശത്രുഭാവത്തെ ത്യജിച്ചു സന്തുഷ്ടനായി കലുഷമനവധി ജഡിതി ചെയ്തിതെന്നാകിലും കാരുണ്യമീ വണ്ണമില്ല മറ്റാർക്കുമേ. രഘുപതിയെ മനസ്സി കരുതുകിലവനു ഭൂതലെ രണ്ടാമതുണ്ടാകയില്ല ജന്മം സഖേ. സനകമുഖമുനികൾ വചനങ്ങളിതോർക്കെടോ. സത്യം മയോക്തം വിരിഞ്ചാതി സമ്മതം. അമൃതം സമവചനമിതി പവനതനയോദിതം അത്യന്തരോഷേണ കേട്ടു ദശാനനൻ. നയനമിരുപതിലും അധ കനൽ വിചിതറുമാറുടൻ നന്നായുരുട്ടെ മിഴിച്ചു ചൊല്ലിടിനാൻ. തില സദൃശമിവനയിനി വെട്ടി നുറുക്കുവൻ ധിക്കാരമിത്ര കണ്ടില്ല മറ്റാർക്കുമേ. മമ നികടഭുവി വടിവോടൊപ്പമിരുന്നു മാം മറ്റൊരു ജന്തുക്കളിങ്ങനെ ചൊല്ലുമോ. ഭയവും ഒരു വിനയവും ഇവനു കാൺമാനില്ല പാപിയായൊരു ദുഷ്ടാത്മാഷടനിവൻ. കഥയ മമ രാമനെന്നാരു ചൊല്ലും കാനനവാസി സുഗ്രീവനെന്നാരടോ. അവരെയും അനന്തരം ജാനകി തന്നെയും അത്യന്ത ദുഷ്ടനാം നിന്നെയും കൊല്ലുവാൻ. ദശവദന വചനമിതി കേട്ടു കോപം പൂണ്ടു ദന്തം കടിച്ചു കവീന്ദ്രനും ചൊല്ലിനാം. നിനവു തവ മനസ്സി പൊരുതെത്രയും നന്നു നീ നിന്നോടിരിച്ചൊരു 100,000 രജനിചരകുലപതികളായി ഞെളിഞ്ഞുള്ളൊരു രാവണന്മാരൊരുമിച്ച് എതിർത്തിടിലം.
നിയതമിതു മമ ചെറുവിരൽക്കു പോരാ, പിന്നെ നീ എന്തു ചെയ്യുന്നതെന്നോടു കശ്മല. പവനസുത വചനമിതി കേട്ടു ദശാസനം പാർശ്വസ്ഥിതന്മാരോടാശു ചൊല്ലിടിനാൻ. ഇവിടെ നിശാചരരൊരുവരായുധ പാണിയായി ഇല്ലയോ കള്ളനെ കൊല്ലുവാൻ ചൊല്ലുവേ. അതു പൊഴുതിലൊരുവൻ അവനോടടുത്തിടിനാൻ. അപ്പോൾ വിഭീഷണൻ ചൊല്ലിനാൻ മെല്ലവേ, അരുതരുതു ദുരിതമിതു ദൂതനെ കൊല്ലുകെന്നാർക്കടുത്തു നൃപന്മാർക്കു ചൊല്ലിടുവേം. ഇവനെ വയമിവിടെ വരവോടു കൊന്നിടിനാൽ എങ്ങനെയങ്ങറിയുന്നിതു രാഘവൻ. അതിന് പുനരിവനൊരടയാളമുണ്ടാക്കി നാമങ്ങയക്കേണമതല്ലോ നൃപോചിതം. ഇതി സദസി ദശവദന സഹജവചനേന താനെങ്കിലതങ്ങനെ ചെയ്യുന്നു ചൊല്ലിനാൻ. അടുത്തതായി പാരായണം ചെയ്യുന്നത് ലങ്കാദഹനത്തെക്കുറിച്ചാണ്. വദനമഭികരചരണമല്ല ശൗര്യാസ്പദം, വാനരന്മാർക്കു വാൽമേൽ ശൗര്യമാകുന്നു. വയമതിനു ജഡിദിവസനേന വാൽ വീഷ്ടിച്ചു വന്നി കൊളുത്തി പുരത്തിലെല്ലാടവും. രജനിചര പരിവൃഢരെടുത്തു വാദ്യം കൊട്ടി രാത്രിയിൽ വന്നൊരു കള്ളനെന്നിങ്ങനെ. നിഖില ദിശി പലരുമിഹ കേൾക്കുമാറുച്ചത്യം നീളെ വിളിച്ചു പറഞ്ഞു നടത്തുവേം. കുലഹതകൻ ഇവൻ അറിക നിസ്തേജനെന്നു തൽ കൂട്ടത്തിൽ നിന്നു നീക്കിയിടും കവികുലം. ദശവദന വചനമിതു കേട്ടു രക്ഷോകുലം. ദീനത കൈവിട്ടു വാദാത്മജന്റെ വാൾ തിലരസകൃതാതി സംസിക്ത വസ്ത്രങ്ങള തീവ്രം തെരുതെരെ ചുറ്റും ദശാന്തരെ. അതുല ഫലനചലതരമിവിടെ വരു വീടിനാൻ. അത്യായത സ്ഥൂലമായിതു വാഴ്ത്തതാ വസനഗണമഖിലവും ഒടുങ്ങി ചമഞ്ഞിതു വാലുമതീവ ശേഷിച്ചിതു പിന്നെയും. നിഖില നീലയന നിഹിത പട്ടാംബരങ്ങളും നീളെ തിരഞ്ഞുകൊണ്ടൊന്നു ചുറ്റിടിനാർ. അതുമുടനൊടുങ്ങി വാൾ ശേഷിച്ചു കണ്ടളവങ്ങുമിങ്ങും ചെന്നു കൊണ്ടുവന്നിടിനാം. തിലജഹൃത സുസ്നേഹ സംസിക്ത വസ്ത്രങ്ങൾ ദിവ്യപട്ടാംശുകജാലവും ചുറ്റിനാം. വികൃതി പെരുവതിനു വസനങ്ങളിലൊന്നിനും സ്നേഹവുമെല്ലാം ഒടുങ്ങിയതശേഷവും. അലമലമിത മലനിവനെത്രയും ദിവ്യനിതാർക്കു തോന്നി വിനാശത്തിനെന്നാർ ചിലർ. അനലമിഹ വസനമിതിൻ അനലമിനിവാലതിക്കാശു കൊളുത്തുവിൻ വൈകരുതേതുമേ. പുനരവരുമതു പൊഴുതു തീ കൊളുത്തിടിന ഉച്ചാഗ്രദേശേ പുരന്തരാരാധികൾ. ബലസഹിതമബലമിവ രജ്ജുകണ്ഠം കൊണ്ടും ബദ്ധ്വാ ദൃഢതരം ധൃത്വാ കവീവരം. കിതവമതികളുമിതൊരു കള്ളനെന്നിങ്ങനെ കൃത്വാരവമരം ഗത്വാ പുരവരം. പറകളെയും ഉടനുടൻ അറഞ്ഞറഞ്ഞങ്ങനെ പശ്ചിമദ്വാരദേശേ ചെന്നനന്തരം. പവനജനും അതികൃശ ശരീരനായിടിനാൻ. പാശവും അപ്പോൾ ശിഥിലമായി വന്നിതു. ബലമുടവനതിചബല അജലനിഭഗാത്രനായി ബന്ധവും വേർപ്പെട്ടു മേൽപോട്ടു പൊങ്ങിനാൻ. ചരമഗിരി ഗോപുരാഗ്രേ വായുവേഗേന ചാടിനാൻ വാഹകന്മാരെയും കൊന്നവൻ. ഉടുപതിയോടുരസം അടവുയരുമിയലും നരത്നോത്തുങ്ക സൗദാഗ്രമേറിമേ വീടിനാൻ. ഉദവസിത നികരമുടനുടനുവരി വേഗമോടുൽപ്ലുത്യ പിന്നെയും ഉൽപ്ലുത്യ സത്വരം. കനകമണിമയ നിലയമഖിലമനിലാത്മജൻ കത്തിച്ചു കത്തിച്ചു വർദ്ധിച്ചിതഗ്നിയം. പ്രകൃതി ചപലതയോടവന ചലമോരോ മണിപ്രാസാദജാലങ്ങൾ ചുട്ടു തുടങ്ങിനാം. ഗജതുരഗരഥബലപദാദികൾക്ക് ഭക്തിയം ഗമ്യങ്ങളായുള്ള രമ്യഹർമ്മ്യങ്ങളും അനലശിഖകളും അനിലസുതഹൃദയവും തെളിഞ്ഞാഹന്ത വിഷ്ണു പതങ്കിമീച്ചു തഥാ. വിബുധപതിയോടു നിശിചരാലയം വെന്തൊരു വൃത്താന്തമെല്ലാം അറിയിച്ചുകൊള്ളുവാൻ. അഹമഹമികാദിയാ പാവകജ്വാലകൾ അമ്പരത്തോളമുയർന്നു ചെന്നു മുതാ.
ഭുവന തലഗത വിമല ദിവ്യരത്നങ്ങളാൽ ബുദ്ധി പരിപൂർണമായുള്ള ലങ്കയം പുനരനില സുതനിധി ദഹിപ്പിച്ചതെങ്കിലും ഭൂതി പരിപൂർണമായി വന്നിതത്ഭുതം. ദശവദന സഹജഗൃഹമെന്നിയേ മറ്റുള്ള ദേവാരിഗേഹങ്ങൾ വെന്തുകൂടി ജവം. രഘുകുലപതി പ്രിയഭൃത്യനാമാരുതി രക്ഷിച്ചുകൊണ്ടാൻ വിഭീഷണ മന്ദിരം. കനകമണിമയ നിലയ നികരമതു വെന്തോരോ കാമിനി വർഗം വിലാപം തുടങ്ങിനാർ. ചിഗുര ഭരവസന ചരണാദികൾ വെന്താശു ജീവനും വേർപെട്ടു ഭൂമൗ പതിക്കയം. ഉടലുരുകിയുടനുഴറിയലറിപ്പാഞ്ഞും ഉന്നതമായ സൗധങ്ങളിലേറിയം. ദഹനനുടനടവിയേയുമെടുത്തു ദഹിപ്പിച്ചു താഴത്തു വീണു പിടഞ്ഞു മരിക്കയം. മമതനയ രമണ ജനക പ്രാണനാഥ മാമകം കർമ്മമയ്യോ വിധി ദൈവമേ. മരണം ഉടനുടൽ ഉരുകി മുറുകി വരികെന്നതു മാറ്റുവാനാരുമില്ലയ്യോ ശിവ ശിവ. ദുരിതമിതു രജനിചര വരവിരചിതം ദൃഢം മറ്റൊരു കാരണമില്ലിതീനേതുമേ. പരധനവും അമിത പരതാരങ്ങളും ബലാൽ പാപീദശാസ്യൻ പരിഗ്രഹിച്ചാൻ തുലം. അറികിൽ അനുചിതമതു മതേന ചെയ്തിടായ്വിൻ ആരുമതിൻ്റെ ബലമിതു നിർണയം. മനുജ തരുണിയെയൊരു മഹാപാപി കാമിച്ചു മറ്റുള്ളവർക്കും ആപത്തായതിങ്ങനെ. സുഹൃത ദുരിതങ്ങളും കാര്യമകാര്യവും സൂക്ഷിച്ചു ചെയ്തു കൊള്ളേണം ബുധജനം. മദന ശരപരവശതയോടു ചപലനായിവൻ മാഹാത്മ്യമുള്ള പതിവ്രതമാരെയും കരബലമുടനു ദിനമണഞ്ഞു പിടിച്ചതി കാമി ചാരിത്രഭംഗം വരുത്തിയിടിന. അവർ മനസ്സിമരുവിന തപോമയ പാവകനദ്യരാജെ പിടിപ്പെട്ടിതു കേവലം. നിശിചരികൾ ബഹുവിധമോരോന്നെ പറകയും നിൽക്കും നിലയിലെ വെന്തു മരിക്കയും. ശരണമിഹ കിമിതി പല വഴിയുമുടനോടിയും ശാഖികൾ വെന്തു മുറിഞ്ഞുടൻ വീഴുകയും. രഘുകുലവരേഷ്ഠദൂതൻ ത്രിയാമാചര രാജ്യമെഴുന്നൂറ് യോജനയും ക്ഷണാൽ സരസ ബഹുവിഭവമയുധ ഭോജനം നൽകിനാൻ. സന്തുഷ്ടനായിതു പാവകദേവനും ലഘുതരമനിലതനയൻ അമൃതനിധി തന്നിലെ ലാങ്കൂലവും തച്ചു തീപൊലിച്ചിടിനാൻ. പവനജനു ദഹനമവി ചുട്ടതില്ലേതുമേ പാവകനിഷ്ഠ സഖിയാക കാരണം. പതിനിരതയാകിയ ജാനകീ ദേവിയാൽ പ്രാർത്ഥിതനാകയാലും കരുണാവശാൽ അവനിതനയ കൃപാവൈഭവം അത്ഭുതം അത്യന്തശീതളനായിതു വന്യം. രജനിചര കുലവിപിന പാവകനാകിയ രാമനാമസ്മൃതി കൊണ്ടു മഹാജനം തനയതനധാരമോഹാർത്തരെന്നായി താപത്രയാനലനെ കടന്നിടുന്നു. തദഭിമതകാരിയായുള്ളതു തന്നു സന്താപം പ്രാകൃതാനലേന ഭവിക്കുമോ. ഭവതി യതി മനുജജനനംഭുവേ സാമ്പ്രതം പങ്കജാലോചനനി ഭജിച്ചിടുവിൻ. ഭുവനപതി ഭുജഗപതി ശയനഭജനം ഭുവി ഭൂതദൈവാത്മസംഭൂതതാപാപഹം. തദനു കപികുലവരനും അവനിതനയാപദം താണു തൊഴുതു നമസ്കൃത്യ ചൊല്ലിനാൻ. അഹമിനിയുമുഴറി നടകൊള്ളുവാൻ അക്കരയ്ക്കാജ്ഞാപയാശു ഗച്ഛാമി രാമാന്തികം. രഘുവരനും അവരജനും അരുണജനുമായി ദ്രുതം ആഗമിച്ചിടും അനന്തസേനാസമം. മനസി തവ ചെറുതു പരിതാപമുണ്ടാകുല മൽബരം കാര്യമിനി ജനകാത്മജേ. തൊഴുതമിത വിനയമിതി ചൊന്നവൻ തന്നോടു ദുഃഖമുൾക്കൊണ്ടു പറഞ്ഞിതു സീതയും.
മമ രമണചരിതമുര ചെയ്ത നിന്നെ കണ്ടു മാനസതാപമകന്നിതു മാമകം കഥമിനിയും അഹമിഹ വസാമി ശോകേന മൽക്കാന്തവൃത്താന്ത ശ്രവണ സൗഖ്യം വിന ജനക നൃപദുഹിതൃഗിരമിങ്ങനെ കേട്ടവൻ ജാതാനുകമ്പം തൊഴുതു ചൊല്ലിടിന കളകശുചമിനി വിരഹമലമതിനുടൻ മമ സ്കന്ധമാരോഹക്ഷണേന ഞാൻ കൊണ്ടുപോയി തവ രമണ സവിധമുപഗമ്യ യോജിപ്പിച്ചു താപമശേഷമദ്ദൈവ തീർത്തിടുവൻ പവനസുതവചനമിതി കേട്ടു വൈദേഹിയും പാരം പ്രസാദിച്ചു പാർത്തു ചൊല്ലിടിനാൻ അതിനു തവ കരുതും അളവില്ലൊരു ദണ്ണമൻ ആത്മനീ വന്നിതു വിശ്വാസമദ്യമേ ശുഭചരിതനതിബലമുടാശു ദിവ്യാശ്രേണ ശോഷണബന്ധനാദൈരഭീസാഗരം കവികുലബലേന കടന്നു ജഗത്രയ കണ്ടകനെ കൊന്നു കൊണ്ടുപോകാശുമാം മറിവോടൊരു നിശീരഹസി കൊണ്ടുപോയാലതു മൽപ്രാണനാഥ കീർത്തിക്കു പോരാദൃഢം രഘുകുലജവരനിവിടെ വന്നു യുദ്ധം ചെയ്തു രാവണനെ കൊന്നു കൊണ്ടുപോയി കൊള്ളുവാൻ അതിരഭസമായി തനയ വേല ചെയ്തിടു നീ എത്ര നാളും ധരിച്ചിടുവൻ ജീവനെ ഇത് സദയം അവനോടരുൾ ചെയ്തയച്ചിടിനാൾ ഇന്ദിരാദേവിയും പിന്നെ വാദാത്മജം തൊഴുതകില ജനനിയോടു യാത്ര വഴങ്ങിച്ചു പൂർണ്ണം മഹാർണവം കണ്ടു ചാടിയിടിനാൻ. അടുത്തതായി പാരായണം ചെയ്യുന്നത് ഹനുമ പ്രത്യാഗമനത്തെക്കുറിച്ചാണ്. ത്രിഭുവനവുമുലയെ മുഹുരൊന്നലറിയിടിനാൻ തീവ്രനാദം കേട്ടു വാനരസംഗമം കരുതുവിനുതൊരു നിനതമാശു കേൾക്കായത് കാര്യമാഹന്ത സാധിച്ചു വരുന്നിതു പവനസുതൻ അതിനു നഹി സംശയം മാനസേ പാർത്തു കാൺകൊച്ച കേട്ടാലറിയാമതും കപിനിവഹമിതി ബഹുവിധം പറയും വിധം കാണായിദ്രീശിരസിവാദാത്മജം കപിനിവഹ വീരരെ കണ്ടിതു സീതയെ കാകുസ്തവീരനനുഗ്രഹത്താലഹം നിശിചരവരാലയമാകിയ ലങ്കയും നിശേഷമുദ്യാനവും ദഹിപ്പിച്ചിത് വിബുധ കുലവൈരിയാകും ദശഗ്രീവനെ വിസ്മയമമ്മാറു കണ്ടു പറഞ്ഞത് ജഡതി ദശരഥസുതൻ നുടിക്കഥ ചൊല്ലുവാൻ ജാമ്പവാദാദികളെ നടന്നിടുവേൻ അതു പൊഴുതു പവന തനയനെയും അവരാദരിച്ചാലിംഗ്യഗാഠമാചുംബ്യവാലാഞ്ചലം കുതുകമൊടു കവി നിജയമനിലജന് മുമ്പിട്ടു കൂട്ടമിട്ടാർത്തു വിളിച്ചു പോയിടിനാർ. പ്ലവക കുലപരിവൃഢരുമുഴറി നടകൊണ്ടുപോയി പ്രസ്രവണാചലം കണ്ടുമീ വീടിന കുസുമദള ഫലമധുലതാതരു പൂർണ്ണമാം ഗുൽമസമാവൃതം സുഗ്രീവപാലിതം ക്ഷുദിത പരിപീഡിതരായ കവികുലം ക്ഷുദ്വിനാശാർത്ഥം ആർത്യാ പറഞ്ഞിടിനാർ. ഫലനികരസഹിതമിഹ മധുര മധുപൂരവും ഭക്ഷ്യച്ചുദാഹവും തീർത്തു നാമൊക്കവേ തരണി സുത സവിധമുപഗമ്യ വൃത്താന്തങ്ങൾ താമസം കൈവിട്ടുണർത്തിക്ക സാദരം അതിനനുവദിച്ചരുളേണമെന്നാശു പൂണ്ടങ്കദനോടപേക്ഷിച്ചോരനന്തരം അതിനവനും അവരോരുടൻ ആജ്ഞയെ ചെയ്യുകയാലാശു മധുവനം പൂക്കിതെല്ലാവരും പരീചൊടതി മധുര മധുപാനവും ചെയ്തവർ പക്വബലങ്ങൾ ഭക്ഷിക്കും ദശാന്തരെ ദതിമുഖനു മനുഷ്യ മധുപാലനം ചെയ്വിതും ദാനമാനേന സുഗ്രീവസ്യ ശാസനാൻ ദതിവദന വചനമൊടു നിയത മധു കാക്കുന്ന ദണ്ഡധരന്മാരടുത്തു തടുക്കയാൽ പവനസുത മുഖ കവികൾ മുഷ്ടിപ്രഹാരേണ പാനാൽ ഭയപ്പെട്ടവരുമതിദ്രുതം ത്വരിതമതതി മുഖനുമാശു സുഗ്രീവനെ തൂർണമാലോക്യ വൃത്താന്തങ്ങൾ ചൊല്ലിനാൻ തവ മധുവനത്തിനു ഭംഗം വരുത്തിനാൻ താരേയനാദികളായ കവിബലം സുചിരമധു തവ കരുണയാ പരിപാലിച്ചു സുസ്ഥിരമാധിപത്യേന വാണേനഹം വലമദന സുതതനയനാദികളൊക്കവേ വന്നു ബൽഭൃത്യ ജനത്തെയും പിന്നുടൻ മധുവനവും ഇതു പൊഴുതഴിച്ചിതങ്ങനെ
മാതുലാവാക്യമാകർണ്യ സുഗ്രീവനം നിജമനസി മുഹുരഭിവളർന്ന സന്തോഷേണ നിർമ്മലാത്മാരാമനോടു ചൊല്ലിടിനാൻ. പവനതനയാദികൾ കാര്യവും സാധിച്ചു പാരം തെളിഞ്ഞു വരുന്നിതു നിർണയം. മധുവനമതല്ല എന്നാകിലെന്നെ ബഹുമാനിയാതെ ചെന്നു കാൺകയില്ലാരുമേ. അവര് വിരവൊടു വരുവതിന്നു ചൊല്ലെങ്ങു ചെന്നാത്മനി ഖേദിക്ക വേണ്ട വൃഥാ ഭവാൻ. അവനും അതു കേട്ടുഴറിച്ചെന്നു ചൊല്ലിനാൻ അഞ്ജനാപുത്രാദികളോടു സാദരം. അടുത്തതായി പാരായണം ചെയ്യുന്നത് ഹനുമാൻ ശ്രീരാമസന്നിധിയിൽ എത്തുന്നതിനെ കുറിച്ചാണ്. അനില തനയാംഗത ജാമ്പവാദാദികൾ അഞ്ജസാ സുഗ്രീവ ഭാഷിതം കേൾക്കയാൽ പുനരവരും അതു പൊഴുതു വാച സന്തോഷേണ പൂർണ്ണവേഗം നടന്നാശു ചെന്നിടിനാർ. പുകൾ പെരിയ പുരുഷമണി രാമൻ തിരുവടി പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ പുരമദന ഹൃദി മരുവുമഖില ജഗദീശ്വരൻ പുഷ്കര നേത്രൻ പുരന്തര സേവിതൻ ഭുജഗപതി ശയനൻ അമലൻ ത്രിജകൽപരിപൂർണ പുരുഹൂത സോദരൻ മാധവൻ ഭുജഗ നിവാഹശനവാഹനൻ കേശവൻ പുഷ്കരപുത്രീ രമണൻ പുരാതനൻ ഭുജഗകുലഭൂഷണാരാധിതാംഗ്രിദ്വയൻ പുഷ്കര സംഭവ പൂജിതൻ നിർഗുണൻ ഭുവനപതി മഖപതി സദാംപതി മൽപതി പുഷ്കര ബാന്ധവ പുത്ര പ്രിയ സഖേ ബുധജനഹൃദയസ്ഥിതൻ പൂർവദേവാരാധി പുഷ്കര ബാന്ധവ വംശസമുദ്ഭവൻ ഭുജബലവതാം വരൻ പുണ്യജനാന്തകൻ ഭൂപതി നന്ദനൻ ഭൂമിജാവല്ലഭൻ ഭുവനതലപാലകൻ ഭൂതപഞ്ചാത്മകൻ ഭൂരിഭൂതിപ്രദൻ പുണ്യജനാർച്ചിതൻ ഭുജഭവകുലാധിപൻ പുണ്ടരീകാനനൻ പുഷ്പബാണോപമൻ ഭൂരികാരുണ്യവാൻ ദിവസകരപുത്രനും സൗമിത്രിയം മുത ദിഷ്ടപൂർണം ഭജിച്ചന്തികേ സന്തതം വിപിനഭുവി സുഖതരമിരിക്കുന്നതു കണ്ടു വീണു വണങ്ങിനാർ വായുപുത്രാദികൾ. പുനരത ഹരീശ്വരൻ തന്നെയും വന്നിച്ചു പൂർണ്ണമോദം പറഞ്ഞാൻ അഞ്ജനാത്മനൻ. അടുത്തതായി പാരായണം ചെയ്യാൻ പോകുന്നത് സീതാവൃത്താന്ത നിവേദനത്തെക്കുറിച്ചാണ്. കനിവിനോടു കണ്ടേനഹം ദേവിയെ തത്ര കർപ്പുരേന്ദ്രാലയെ സങ്കടമെന്നിയെ കുശലവുമുടൻ വിചാരിച്ചതോ താവകം കൂടെ സുമിത്ര തനയനും സാദര ശിഥിലതര ചിഗുരമൊടശോകവനികയെ ശിംശപാമൂലദേശേ വസിച്ചിടിന അനശനമൊടതികൃശ ശരീരയായന്വഹം ആശരാനാരീ പരിവൃതയായി ശുചാം അഴൽ പെരുകി മുറുകി ബഹുബാഷ്പവും വാർത്തയ്യോ സദാ രാമ രാമേതി മന്ത്രവും മുഹുരവി ജപിച്ചു ജപിച്ചു വിലാപിച്ചു മുഗ്ധാംഗിമേവുന്ന നേരത്തു ഞാൻ തഥാ അതികൃശ ശരീരനായി വൃക്ഷശാഖാന്തരി ആനന്ദം ഉൾക്കൊണ്ടിരുന്നീനനാകുലം തവ ചരിതമൃതസമമഖിലമറിയിച്ചതാം തമ്പിയോടും നിന്തിരുവടി തന്നോടും ചെറുതുട ജപുവിരഹിതയായി മരുവും വിധം ചെന്നു ദശാനനൻ കൊണ്ടുപോയതും സവിതൃസുതനോട് ജഡിതി സഖ്യമുണ്ടായത് സംക്രന്ദനാത്മജൻ തന്നെ വധിച്ചതും ക്ഷിതിദുഹീതുരന്വേഷണാർത്ഥം കവീന്ദ്രനാൽ കീശൗകമാശു നിയുക്തമായിടിന അഹം അവരിലൊരുവനിവിടേക്കു വന്നിടിനേൻ അർണവഞ്ചാടി കടന്നതി വിദ്രുതം രവിതനയ സജീവനഹമാശുഗനന്ദനൻ രാമദൂതൻ ഹനുമാൻ എന്നു നാമവും ഭവതിയെയും ഇഹ ജഡിതി കൊണ്ടുകൊണ്ടേനഹോ ഭാഗ്യമാഹന്ത ഭാഗ്യം കൃതാർത്ഥോസ്മ്യഹം ഫലിതമഖിലമമാദ്യ പ്രയാസം വൃശം പത്മജാലോകനം പാപവിനാശനം മമ വചനമിതി നിഖിലമാകർണ്യ ജാനകി മന്ദമന്ദം വിചാരിച്ചിതു മാനസേ ശ്രവണയുഗളാമൃതങ്കേന മേ സാവിധം ശ്രീമതാമഗ്രേസരനവൻ നിർണയം മമ നയനയുഗളപദമായതു പുണ്യവാൻ മാനവവീരപ്രസാദേന ദൈവമേ വചനമിതി മിഥിലതനയോദിതം കേട്ടു ഞാൻ വാനരാകാരേണ സുഷ്മ
സൂക്ഷ്മ ശരീരന വിനയമോട് തൊഴുതടിയൻ വീണു വണങ്ങിനെ വിസ്മയത്തോടു ചോദിച്ചിതു ദേവിയം അറിവതിന് പറക നീയാരെന്നതെന്നോടിത്യാദി വൃത്താന്തം വിചാരിച്ചനന്തരം കഥിതമഖിലം മയാ ദേവവൃത്താന്തങ്ങൾ കഞ്ചദളാക്ഷിയും വിശ്വസിച്ചിടിനാൽ അതു പൊഴുതിലകതളിരിലഴൽ കളവതിന്നു ഞാൻ അങ്കുലീയം കൊടുത്തിടിനേനാദര കരതളിരിലതിന് വിരവോടു വാങ്ങിത്തത കണ്ണുനീർ കൊണ്ടു കഴുകിക്കളഞ്ഞുടൻ ശിരസി ദൃശികളപു വിമുലത്തടത്തിങ്കൽ ശീഘ്രമണച്ചു വിലാപിച്ചിതേറ്റവും പവനസുത കഥയ മമ ദുഃഖമെല്ലാം ഭവാൻ പത്മാക്ഷനോടു നീ കണ്ടതില്ലോ സഖി നിശുചരികളനുദിനമുപദ്രവിക്കുന്നതും നീയങ്ങു ചെന്നു ചൊൽകെന്നു ചൊല്ലിയിടിനാൾ തവ ചരിതമഖിലമലിവോ ുണർത്തേച്ചുന തമ്പിയോടും കപീസേനയോടും ധൃതം വയം അവനിപതിയെ വിരവോടു കൂട്ടിക്കൊണ്ടുവന്നു ദശാസ്യ കുലവും മുടിച്ചുടൻ സകുതുകമയോധ്യാപുരിക്കാശു കൊണ്ടുപോം സന്താപമുള്ളിലുണ്ടാകരുതേതുമേ ദശരഥസുതനു വിശ്വാസാർത്ഥമായിനി ദേഹിമേ ദേവി ചിഹ്നം ധന്യമാതരാൽ പുനരൊരടയാളവാക്കും പറഞ്ഞിടുക പുണ്യപുരുഷനു വിശ്വാസസിദ്ധയെ അതും അവനിസുതയോടഹമിങ്ങനെ ചൊന്നളവാശു ചൂടാരത്നമാതരാൾ നൽകിനാൾ കമലമുഖി കനിവിനോട് ചിത്രകൂടാചലെ കാന്തനുമായി വസിക്കുന്ന ആളൊരു ദിനം കഠിനതര നഗര നികരേണ പീഡിച്ചൊരു കാകവൃത്താന്തവും ചൊൽകെന്നു ചൊല്ലിനാൾ തതനു പലതരമിവ പറഞ്ഞും കരഞ്ഞും ഉൾതാപം കലർന്നു മരുവും ദശാന്തരി ബഹുവിധവചോ വിഭാവേന ദുഃഖം തീർത്തു ബിംബാധരിയെയും ആശ്വസിപ്പിച്ചു ഞാൻ വിടയും ഉടനഴകൊടു വഴങ്ങിച്ചു പോന്നിതു വേഗേന പിന്നെ മറ്റൊന്നു ചെയ്തേനഹം അഖില നിശിചര കുലപതിക്കഭീഷ്ടാസ്പദം ആരാമമൊക്കെ തകർത്തേജ്ഞതീനുടൻ പരിഭവമൊടർ കരുതി വന്ന നിശാചര പാപികളെ കൊല ചെയ്തേന സംഖ്യകം ദശവദനസുതനെ മുഹുരക്ഷകുമാരനെ ദണ്ഡധാരാലയത്തിന്നയച്ചീടിനെ അത ദശമുഖാത്മജ ബ്രഹ്മാസ്ത്രബദ്ധനായ ശരാധീശനെ കണ്ടു പറഞ്ഞു നാം ലഘുതരമശേഷം ദഹിപ്പിച്ചതോപത ലങ്കാപുരം പിന്നെയും ദേവിതൻപദ വിഗത ഭയമടിയണ വണങ്ങി വാങ്ങിപ്പോന്നു വീണ്ടും സമുദ്രവും ചാടിക്കടന്നുന തവ ചരണ നളിനമധുനൈവ വന്നിച്ചിതു ദാസന്തയാനിധി പാഹിമാം പാഹിമാം ഇതി പവനസുത വചനമാഹന്ത കേട്ടള ഇന്ദിരാകാന്തനും പ്രീതി പൂണ്ടിടിന സുരജന സുദുഷ്കരം കാര്യം കൃതം തയാ സുഗ്രീവനും പ്രസാദിച്ചിതു കേവലം സദയമുപകാരമിച്ചെയ്തതിന്നാദരാൽ സർവസ്വവും മമ തന്നെ നിനക്കു ഞാൻ പ്രണയമനസാ ഭവാനാകൃതമായതിൻ പ്രത്യുപകാരം ജഗത്തിങ്കലില്ലടോ പുനരഭിരമാവരന്മാരുത പുത്രനെ പൂർണ്ണമോദം പുണർന്നിടിനാനാദരാൽ ഉരസി മുഹുരവിമുഹുരണച്ചു പുൽകീടിനാൻ ഓർക്കിടോ മാരുത പുത്രഭാഗ്യോദയം ഭുവനതലമതിലൊരുവനിങ്ങനെയില്ലഹോ പൂർണ്ണ പുണ്യൗക സൗഭാഗ്യമുണ്ടായിടോ പരമശിവനിധി രഘുകുലാധിപൻ തന്നെ പാവനയായ കഥയരുൾ ചെയ്തതും ഭഗവതി ഭവാനി പരമേശ്വരി കേട്ടു ഭക്തി പരവശയായി വണങ്ങിടിന കിളിമകളും അതിസരസമിങ്ങനെ ചൊന്നതു കേട്ടു മഹാലോകരും തെളിയണമേ. ഇതോടുകൂടി അധ്യാത്മരാമായണത്തിലെ ഉമാമഹേശ്വര സംവാദത്തിലെ സുന്ദരകാന്ഡം സമാപിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിനീതമായ നമസ്കാരം.